अच्युतं केशवं रामनारायणं कृष्णदामोदरं वासुदेवं हरिं श्रीधरं माधवं गोपिकावल्लभं जानकीनायकं रामचन्द्रं भजे. രാമന്റെ കഥകൾക്ക് സാക്ഷിയായ ഒരു ഗ്രാമം, വെളിനെല്ലൂർ ഗ്രാമം. വെളിനെല്ലൂർ ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായ രാമസ്വാമി ക്ഷേത്രം. വെളിനെല്ലൂരിൻ്റെ ഈ ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് കൊട്ടാരക്കരയുടെ ഭാഗമായുള്ള 3 വശവും ഇത്തിക്കരയാറിനാൽ ചുറ്റപ്പെട്ട രാമസ്വാമി ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത, രാമായണവുമായി ഈ നാടിനുള്ള ബന്ധം, അത് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കൊട്ടാരക്കരയുടെയും തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും ഭാഗമാണ് ഇത്തിക്കരയാറ്. ഇവിടെ എത്തുമ്പോൾ 3 വശവും ഇത്തിക്കരയാറ് ചുറ്റപ്പെടുന്നുവെങ്കിലും ഓരോ തീരവും നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം. ക്ഷേത്രത്തിന് നേരെ അക്കരെ കൊട്ടാരക്കരയും വലത് ഭാഗത്ത് കൊല്ലവും ഇടതുഭാഗത്ത് തിരുവനന്തപുരം ജില്ലയും. ഇങ്ങനെ 3 ദേശങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ ദേശങ്ങളുടെയും എല്ലാ ജാതി മതസ്ഥരുടെയും ദേവനാണ് ഇവിടെ കുടികൊള്ളുന്ന രാമദേവൻ. രാമായണ കഥകളുമായി ബന്ധപ്പെട്ട് ഏറെ നാമങ്ങൾ ഇന്നും ഇവിടെ ഗ്രാമങ്ങൾ സ്വയം നെഞ്ചിലേറ്റി നടക്കുന്നു. ബാലിയും സുഗ്രീവനും, അതായത് രാമൻ ലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിനായി ഇവിടെ എത്തുകയും സുഗ്രീവനുമായി സംഭാഷണം നടത്തുകയും ചെയ്തു എന്നാണ് ഈ ഗ്രാമത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് മൊത്തമായുള്ള വിശ്വാസം. അങ്ങനെ ബാലിയുടെ കുന്ന് ബാലിക്കുന്ന് എന്നും സുഗ്രീവന്റെ കുന്ന് ഉഗ്രൻ കുന്നും എന്നുമൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ജടായുമംഗലം, അതായത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്ന വേളയിൽ ജടായു പറന്നു വന്ന സ്ഥലം ജടായുമംഗലം അഥവാ ചടയമംഗലം എന്നറിയപ്പെടുന്നു. ജടായുവും രാവണനുമായി പോരാട്ടം നടത്തിയത് ഇന്നും പോരയം എന്നാണ് അറിയപ്പെടുന്നത്. ഭരതൻ എത്തിയ സ്ഥലം ഭരതക്കുറി അഥവാ ഇന്ന് പകൽക്കുറി എന്നും അറിയപ്പെടുന്നു. അങ്ങനെ രാമായണ കഥകളുമായി ഏറെ ബന്ധമുള്ള ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഇത്തിക്കരയാറിലൂടെ സഞ്ചരിച്ച് രാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തി നിൽക്കുന്നു. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ. കള്ളം പറയാതെ സത്യത്തിൽ മാത്രം അടിയുറച്ച് ഒരു ജീവിതം നയിക്കുവാൻ നോക്കുക. കലിയുഗത്തിൽ സത്യനിഷ്ഠയാണ് ഏറ്റവും വലിയ തപസ്. അമ്മയുടെ വാക്കുകളിലൂടെ തപസ്സിന്റെ മഹത്വം അറിയുവാൻ നമുക്കാകട്ടെ. കിഴക്കോട്ട് ദർശനമായി ശ്രീരാമദേവൻ വാഴുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഐതിഹ്യം, അതായത് ശ്രീരാമദേവൻ ഇവിടെ കുടികൊള്ളുവാനുള്ള കാരണമായി പറയുന്നത് രാമായണ കഥ തന്നെയാണ്. ബാലി വധം ഇവിടെ വെച്ചാണ് നടന്നത് എന്ന ഐതിഹ്യം. ബാലി വസിച്ചിരുന്ന കുന്ന് ബാലിയാം കുന്ന് എന്നറിയപ്പെടുന്നത് നേരത്തെ പറഞ്ഞുവല്ലോ. ബാലിയെ ഇവിടെ വെച്ച് വധിച്ചതിന് ശേഷം സുഗ്രീവനുമായുള്ള സന്ധ്യ സംഭാഷണവും ഇവിടെ വെച്ചാണ് നടന്നത്. അങ്ങനെ രാമായണ കഥകളുമായി ബന്ധമുള്ള ഒരു ക്ഷേത്രഭൂമിയിൽ എത്തി നിൽക്കുമ്പോൾ ശ്രീരാമദേവ ദർശന സൗഭാഗ്യത്തിനായി നാം സ്വയം തയ്യാറാകും. കേരളത്തിലെ ഏറ്റവും പഴമയുള്ള വാസ്തുശാസ്ത്രപ്രകാരം നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമാണ്
വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രമെന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. പ്രത്യേകിച്ച് ചുറ്റമ്പലമില്ലാതെ എന്നാൽ ഉയർന്ന ഭൂമിയിൽ സ്വയം പ്രകൃതി തന്നെ തീർക്കുന്ന ചുറ്റമ്പലങ്ങളോടുകൂടി നിലകൊള്ളുന്ന ക്ഷേത്രഭൂമി. ഇവിടെ ആദ്യം നാം കാണുന്നത് മുഖമണ്ഡപമായും ആനക്കൊട്ടിലായും വിവരിക്കാവുന്ന ഒരു വലിയ മണ്ഡപമാണ്. നല്ല നീളമുള്ള തൂണുകളും ഉയർന്ന മേൽക്കൂരയും തടിയിൽ തന്നെ തീർത്തിട്ടുള്ള ഇതിൻ്റെ പ്രത്യേക ചാരുതയും ഒക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കുവാനാകും. അവിടെ നിന്ന് വീണ്ടും കൊടിമരത്തെ കണ്ടുകൊണ്ട് നാം സഞ്ചരിച്ചാൽ ബലിക്കൽപുരയ്ക്ക് മുന്നിലെത്തുന്നു. ബലിക്കൽപുരയുടെ ഒരു വശത്തു കൂടിയാണ് ശ്രീകോവിലിന് ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. രാമകഥകളുടെ യാഥാർത്ഥ്യങ്ങളും ഓർമ്മകളുമായി നിലകൊള്ളുന്ന ഗ്രാമനാമങ്ങളും ആ നാമങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ചൈതന്യങ്ങളും കുടികൊള്ളുന്ന ഒരു ദേശത്തിൻ്റെ കഥ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പഴമയും പറയേണ്ടതുണ്ട്. ഏതാണ്ട് 2000 വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രഭൂമിക്ക് എന്നതാണ് വിശ്വാസം. ഇങ്ങനെ വിശ്വാസം പറയുമ്പോൾ ക്ഷേത്രം പല കാലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുവാനാകും നമുക്ക്. രാമം ലക്ഷ്മണപൂർവജം രഘുവരം സീതാപതിം സുന്ദരം. വളരെ പഴമയുള്ള ചില കാഴ്ചകൾ ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ ബാക്കിയായുണ്ട്. അതിലൊന്ന് ഉയർന്നു നിൽക്കുന്ന 4 കരിങ്കൽ തൂണുകളാണ്. ഏതോ രാജാവിൻ്റെ കാലത്ത്, വെളിയൻ രാജാവിൻ്റെ കാലത്തായിരിക്കണം ഈ ക്ഷേത്രത്തിൽ ഒരു മണ്ഡപമോ അതല്ലെങ്കിൽ ഒരു കൂത്തരങ്ങോ നിർമ്മിക്കുവാൻ കൽപ്പിച്ചുകൊണ്ട് പണി കഴിപ്പിച്ചതാണ് ഈ മണ്ഡപങ്ങൾ. പക്ഷേ അത് ഒന്നുകിൽ പണി പൂർത്തിയാകാതെ പോവുകയോ അല്ലെങ്കിൽ പണി പൂർത്തിയാക്കിയിട്ട് പിന്നീടൊരു കാലത്ത് നശിച്ചു പോവുകയോ ചെയ്തിരിക്കണം. ഇപ്പോൾ നമുക്ക് ഇവിടെ എത്തിയാൽ കാണുവാനാകുന്നത് ഉയർന്നു നിൽക്കുന്ന ഈ കരിങ്കൽ തൂണുകൾ മാത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപുരയിൽ എത്തി നിൽക്കുകയാണ് നാം. ബലിക്കൽപുരയിലെ ബലിക്കല്ല് പുരാതനമായ രീതിയിലുള്ള ബലിക്കൽ തറയോടുകൂടി എന്നാൽ ആധുനിക കാലത്തിൻ്റെ രീതിയിൽ പുതുക്കി പണിത ക്ഷേത്രത്തിലെ ബലിക്കല്ലാണ് നമുക്ക് ഇപ്പോൾ കാണുവാനാകുന്നത്. ബലിക്കൽപുരയുടെ തൂണുകളും മുകൾ തട്ടുകളും പഴമയുടെ ഗാംഭീര്യം വിളിച്ചോതുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രത്തിലെ ബലിക്കൽപുര കാണുന്നത് ആ ക്ഷേത്രത്തിന്റെ മുഴുവൻ ഗാംഭീര്യവും പ്രൗഢിയും മനസ്സിലാക്കുവാനുള്ള പ്രാപ്തി മനസ്സിന് തരുവാൻ വേണ്ടിയാണ്. നാരായണ സരസിജാസന സന്നിവിഷ്ട കേയൂരവാൻ മകരകുണ്ഡലവാൻ കിരീടി. ശ്രീകോവിലിനുള്ളിൽ നിലകൊള്ളുന്ന പരമാത്മ ചൈതന്യത്തെ ദർശിക്കുവാനായി നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുന്നു നാം. നാലമ്പലം എന്ന് നമ്മുടെ ജീവിതം പോലെ, നമ്മുടെ ഈ പ്രപഞ്ച സത്യങ്ങൾ പോലെ, നമ്മുടെ ഹൃദയം പോലെ, നമ്മുടെ ആത്മാവ് പോലെ സത്യവും ശുദ്ധവുമായ ഒരു സന്ദേശം നമ്മിലേക്ക് നൽകുന്നതാണ്. ഇവിടെ ശ്രീകോവിലിൻ്റെ കാഴ്ചകൾ പറയുവാനായി നാം നാലമ്പലത്തിനുള്ളിലേക്ക് എത്തിയാൽ ആദ്യം കാണുന്നത് നമസ്കാര മണ്ഡപമാണ്. വളരെ വലിയ നമസ്കാര മണ്ഡപവും അതിന് തൊട്ടു മുന്നിലായി തന്നെ കത്തിച്ചു വെച്ചിരിക്കുന്ന വാടാവിളക്കും. ദീപം കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രഭൂമിയിൽ ഇങ്ങനെ വാടാവിളക്കുകൾ തെളിയുമ്പോൾ അറിയുക, ഈ ദൈവം എത്ര നാളുകളിൽ, എത്ര ഹൃദയങ്ങളിൽ, എത്ര ജീവിതങ്ങളിൽ പ്രകാശം പരത്തിയിട്ടുണ്ടാകുമെന്ന്. അതേ പ്രകാശമാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും നമ്മെ തിരഞ്ഞെത്തുന്നതെന്ന്, നാം അതേ പ്രകാശത്തിൻ്റെ വലയത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ഈ നമസ്കാര മണ്ഡപത്തിലെത്തുമ്പോൾ നാം മനസ്സിലാക്കുന്നു. നമസ്കാര മണ്ഡപത്തിന് മുന്നിലൂടെ നടന്ന് സോപാനത്തിന് മുന്നിലേക്ക് എത്തുമ്പോഴേക്കും ഈശ്വര ദർശനത്തിന് നാം സ്വയം തയ്യാറായിട്ടുണ്ടാവും. പ്രാതസ്മരാമി ഭവഭീതി മഹാത്മ ശാന്തി